ആവശ്യത്തിന് ജീവനക്കാരില്ലാതെ പ്രവർത്തിക്കാൻ ബുദ്ധിമുട്ട് നേരിടുകയാണ് കോതമംഗലം അഗ്നിരക്ഷാ നിലയം. 24 ജീവനക്കാർ വേണ്ടിടത്ത് ഇപ്പോഴുള്ളത് 17 പേർ മാത്രമാണ്. വേനൽ കടുക്കുന്ന സാഹചര്യത്തിൽ കാട്ടുതീ അടക്കമുള്ള പ്രശ്നങ്ങൾ നേരിടാൻ ആവശ്യമായ ജീവനക്കാർ ഇല്ലാത്തത് ഇവരുടെ പ്രവർത്തനങ്ങളെ ബാധിക്കുകയാണ്. വേനലിന് ആരംഭമാവുകയാണ്. തീപിടുത്തവും കിണറ്റിൽ വീണുണ്ടാകുന്ന അപകടങ്ങളും നാൾക്കുനാൾ വർദ്ധിച്ചു വരുന്നു. എന്നാൽ ഇവിടങ്ങളിലെല്ലാം ഓടിയെത്താൻ ആവശ്യമായ ജീവനക്കാർ ഇല്ലാത്തതുമൂലം പ്രതിസന്ധി നേരിടുകയാണ് കോതമംഗലം ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ. വാരപ്പെട്ടി, പല്ലാരിമംഗലം, കവളങ്ങാട്, കീരമ്പാറ, പിണ്ടിമന, നെല്ലിക്കുഴി, കോട്ടപ്പടി എന്നീ പ്രദേശങ്ങളും ഒപ്പം കോതമംഗലം മുനിസിപ്പാലിറ്റിയും അടങ്ങുന്ന വിസ്തൃതിയുടെ മുഴുവൻ ഉത്തരവാദിത്വവും സിംഗിൾ സ്റ്റേഷനായ കോതമംഗലത്തിനാണുള്ളത്. എന്നാൽ ശേഷിയും വിസ്തൃതിയും കണക്കാക്കിയാൽ 24 ജീവനക്കാർ വേണ്ട സ്ഥാനത്ത് ആകെയുള്ളത് 17 പേർ മാത്രം. ഇവരിൽ ആരെങ്കിലും അവധിയിൽ പോയാൽ ശേഷി വീണ്ടും കുറയും. 4000 ലിറ്റർ ശേഷിയുള്ള ഒരു മൊബൈൽ ടാങ്ക് യൂണിറ്റും 400 ലിറ്റർ ശേഷിയുള്ള ഒരു ഫസ്റ്റ് റെസ്പോൺസ് വെഹിക്കിളും ഒരു അഡ്വാൻസ്ഡ് റെസ്പോൺസ് വെഹിക്കിളും ആണ് ഇവിടെയുള്ളത്. തെരുവു നായയോ തെരുവു പൂച്ചയോ ഉപയോഗമില്ലാത്ത കിണറ്റിൽ വീണാൽ പോലും അഗ്നിരക്ഷാ സേനയെയാണ് വിളിക്കുക. ഈ സാഹചര്യത്തിൽ മറ്റൊരിടത്തു നിന്നും എത്തുന്ന അടിയന്തര ഫോൺ കോളിനെ തുടർന്ന് ഇവിടേക്കെത്താൻ വൈകിയാൽ അഗ്നിരക്ഷാ സേനയ്ക്ക് തന്നെയാണ് പഴി കേൾക്കേണ്ടി വരിക. 2025 ആകെ എത്തിയത് 452 ഫോൺ കോളുകളാണ്. ലക്ഷങ്ങൾ വില വരുന്ന മൊബൈൽ ഫോണും മറ്റും വെള്ളത്തിൽ വീണാലും ഫയർഫോഴ്സിനെയാണ് സഹായത്തിന് വിളിക്കുന്നത്. ഇതേസമയം കാട്ടുതീ, വീടുകളിലെ അഗ്നിബാധ എന്നിവയുമായി ബന്ധപ്പെട്ട ഫോൺ കോൾ എത്തിയാൽ ഇവിടേക്ക് ഓടിയെത്താൻ വൈകുകയും ചെയ്യും. വിസ്തൃതി അനുസരിച്ച് നിലവിൽ ജീവനക്കാരുടെ എണ്ണം കുറവാണ്. വേനലാകുന്നതോടെ ഒരേ സമയം പലയിടത്തും ഓടിയെത്തേണ്ടതായും വരും. ഈ സാഹചര്യത്തിൽ കൂടുതൽ ജീവനക്കാർ വേണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.